വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ എൻട്രൻസ് പാസ്സായി എന്ന് പറഞ്ഞിട്ടും സുബൈർക്കാണെങ്കിൽ അനൂപിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഒന്നുകൂടി പറയുമ്പോൾ എന്താ ഒരു സന്തോഷമില്ലാതെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു മോള് പാസ്സാവുമെന്ന് എന്ന് പറഞ്ഞിട്ട് അനൂപിനെ നോക്കിയിട്ട് സുബൈറാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം അനൂപിനെ അത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നൂറ് പറയുന്നുണ്ട് വാ കയറി ഇരിക്കി, ഞാൻ ചായ എടുക്കാമെന്ന്. അന്നേരം അതേ ചായ വേണമെന്നില്ല എന്നിങ്ങനെ അനൂപ് പറയുമ്പോൾ വാ കയറി ഇരിക്കി എന്നിങ്ങനെ പറഞ്ഞ് നൂറങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അനൂപ് പുറകെ നടക്കുന്നുണ്ട്. വാതിൽക്കലെത്തി അനൂപ് നിൽക്കുകയാണ്. ഈ സമയത്ത് അകത്ത് സുബൈർക്കായിട്ട് ചെന്നിട്ട് നൂറ് ചോദിക്കുന്നുണ്ട്, അപ്പച്ചി എന്താ ഒന്നും മിണ്ടാതെ വന്നത്, അനൂപിനോട് എന്താ ഒന്ന് സംസാരിക്കാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനൂപിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അനൂപ് എൻ്റെ ഫ്രണ്ടാണ്, എന്നെ കൊണ്ടുവിടാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നൂറ് അകത്ത് ഞാൻ ചോദിക്കുമ്പോൾ നസീർ വഴിക്ക് വെച്ച് കണ്ടിരുന്നോന്നും വെളിയിൽ വെച്ച് ഈ നൂറിനോട് സുബൈർ ചോദിക്കുന്നുണ്ട്. അന്നേരം വഴിയാണെന്ന് പോലും ആലോചിച്ചില്ല, എന്തൊക്കെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് കയറുന്നത് സുബൈർ. അന്നേരം അകത്ത് ചെല്ലുമ്പോൾ സുബൈർ പറയുന്നുണ്ട്, നസീർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, പക്ഷേ അതിലെന്തോ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. പിന്നെ പക്ഷേ മോളാണെങ്കിൽ വാപ്പച്ചിയെ വിഷമത്തിലാക്കരുത്, അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഞാൻ വലിയ പുരോഗമനവാദിയൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് അനൂപ് നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ടിൽ കഴിഞ്ഞ് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതില്ല എന്ന് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ എന്നിങ്ങനെ നൂറ് പറയാൻ വരുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് മാത്രമായിട്ടാണ് കരുതുന്നത്, അങ്ങനെ മാത്രമേ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറൊരു തരത്തിലുള്ള എന്ത് ബന്ധമുണ്ടെങ്കിലും ഈ വാപ്പച്ചിക്ക് മോളെ സഹായിക്കാനായിട്ട് കഴിയില്ല. ഇത്രയും വളർന്നു വന്നൊരു സാഹചര്യമേ മോൾക്ക് അറിയാവൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല, അങ്ങനെ ഒരു ചട്ടക്കൂടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വാപ്പച്ചിയെ വയ്യാതാക്കി കളയല്ലേ, വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സുബൈർ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഇതൊക്കെ അനൂപാണെങ്കിൽ വാതിൽക്കൽ നിന്ന് കേൾക്കുന്നുണ്ട്. അന്നേരം അനൂപിന് വിഷമാവുന്നുണ്ട്. അനൂപാണെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഈ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നൂറിന് വെളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അനൂപ് പോയി കഴിഞ്ഞിരുന്നു. അന്നേരം നൂറിന് വിഷമാവുന്നുണ്ട്. ഇതേ സമയം അവിടെ ഫാമയും രാഘവൻ നായരും കൂടി ഉമ്മറപടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുറ്റത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതേസമയം രാഘവൻ നായർ വിഷമിച്ചാണ് ഇരിക്കുന്നത്. അന്നേരം രാഘവേട്ട നീ 2-3 വട്ടം വിളിക്കുമ്പോഴേ രാഘവൻ നായർ നോക്കുന്നുള്ളൂ, അപ്പോഴത്തെ വിഷമത്തിന് ഞാൻ പറഞ്ഞു പോയതാണ്, രാഘവേട്ട മനസ്സിൽ വെച്ചേക്കണ്ട, കളഞ്ഞേരാ എന്നിങ്ങനെ പറയുമ്പോൾ പൈസ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ ഫാമയുടെ കുറ്റപ്പെടുത്തലുകളും പിന്നെ പരാതിയും ഒക്കെ ഞാൻ മുന്നേ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് ആ ഓളത്തിലും കളഞ്ഞു. പക്ഷേ ചില വാക്കുകൾ മനസ്സിൽ തറയ്ക്കും, അങ്ങനെയൊന്നും ഇനി പറയരുത്, അത് ഉള്ളിൽ കിടന്ന് നീറും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് പറയുന്നുണ്ട്, പക്ഷേ ആ പൈസ എവിടെ പോയി കാണും, ഇവിടുത്തെ എല്ലാ കാര്യത്തിനും പണം വേണം, ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി ആ പൈസ എവിടെ വച്ചു, ആർക്കെങ്കിലും കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ എൻ്റെ കയ്യിൽ തരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പക്ഷേ അത് പിന്നീടത് വാങ്ങി എന്നുള്ളത് ഓർമ്മയില്ല, ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പൊന്നിയാണെങ്കിൽ മഴയത്തെ കൊടയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഈ സംസാരം കേട്ടുകൊണ്ടാണ് വരുന്നത്. പൊന്നി പറയുന്നുണ്ട്, ശാന്തേച്ചി ഇന്നലെ 2-3 ദിവസമായിട്ടൊരു ഫീസ് അടയ്ക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഇന്നലെയും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് പോയത്, ഇന്നും അതിനായിട്ടാണ് പോയിരിക്കുന്നത്, കാശ് റെഡിയായില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇന്നിപ്പോൾ അതിനായിട്ടാണ് പോയത്, അപ്പോൾ ഇന്നലെ വരെ റെഡിയാകാത്ത കാശ് എങ്ങനെ റെഡിയായി സത്യാമ്മയെന്നിങ്ങനെ പൊന്നിയൊരു സംശയം പോലെ അവിടെ പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, അപ്പോൾ ശാന്ത തന്നെയായിരിക്കും കാശ് എടുത്തത് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമ അങ്ങനെ തെളിവൊന്നും ഇല്ലാതെ ആരെയും കുറ്റക്കാരായിട്ട് കാണരുത്, ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എവിടെ വച്ചു എന്നുള്ളത് എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, വിഷ്ണു ഇങ്ങോട്ടത്തേക്ക് വന്നില്ല, നമ്മളാരും ആ കാശ് കണ്ടില്ല, പിന്നെ അതെവിടെ പോയി എന്നൊക്കെ ഭാമ ഇങ്ങനെ ചിന്തിച്ച് പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, ശാന്തയുടെ ബാഗ് ഇവിടെ ഇരിപ്പില്ലേ, അപ്പോൾ പിന്നെ അതൊന്ന് പരിശോധിച്ച് നോക്ക്, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതിൽ കാണാതിരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ പൊന്നിയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഭാമയും പിന്നെ പൊന്നിയും കൂടി ബാഗ് പരിശോധിക്കുകയാണ്. തുടർന്ന് ഈ ശാന്തയുടെ ബാഗിൽ നിന്ന് ഓരോന്നായിട്ടൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറേ തുണ്ടുകളും ലോട്ടറി ടിക്കറ്റും ചില്ലർ പൈസയും ഒക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ. അന്നേരം ഇതിലൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പൊന്നി പറയുന്നുണ്ട്. പക്ഷേ പൊന്നി അന്നേരം വെളിയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ശാന്ത വരുന്നുണ്ടോ ഇല്ലത്. പക്ഷേ ഈ സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ ശാന്ത അവിടെ എത്തുന്നുണ്ട്. ശാന്ത ഇത് കണ്ട് ആകെ അന്തം വിട്ടാണ് വരുന്നത്. ഇതെന്താ ബാഗൊക്കെ പരിശോധിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ അല്ല, നിങ്ങളെല്ലാവരും കൂടി എന്നെ കള്ളിയാക്കാനുള്ള ശ്രമമാണോ എന്നിങ്ങനെ ശാന്ത ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ശാന്ത എടുത്തു എന്നല്ല, ഒരു സംശയം, പൊന്നിയുടെ ബാഗും പരിശോധിക്കുന്നുണ്ട്, അങ്ങനെ നോക്കിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്, അല്ലാതെ ആരുടെയും കാശ് ഇതുവരെ മോഷ്ടിച്ചില്ല, അന്യൻ്റെ മുതൽ ഇതുവരെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അടുക്കള പണിയുമായിട്ട് എനിക്ക് നടക്കേണ്ടി വരില്ലായിരുന്നു, പിന്നെ മാനം വിറ്റ് ഒരു കളിക്ക് ഞങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാന്ത അങ്ങ് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ശാന്ത എടുത്തു എന്നല്ല, ഒരു സംശയം, ഏത് വഴിക്കാണ് പണം പോയതെന്ന് അറിയണമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് മോശമായി സത്യാമ്മേ,
എന്തായാലും എന്നോടിത് വേണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കൂടി എന്നെ കള്ളിയാക്കാനുള്ള ശ്രമമാണ്, ഞാൻ അങ്ങനെ അന്യൻ്റെ മുതൽ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്ക് എന്ന് പറഞ്ഞിട്ട് ശാന്തയാണെങ്കിൽ ബാഗ് എടുത്ത് ഒന്നുകൂടിയൊക്കെ കുടഞ്ഞു കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക, പോലീസ് വന്ന് തെളിയിക്കട്ടെ എന്ന് പറയുകയാണ്. അതിന് മുന്നേ ശാന്തയാണെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് പോവുകയാണ്, ഇനി ഞാനിവിടെ നിൽക്കില്ല, പിന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് കൂടി വിഷമിക്കുമെന്ന് ഓർത്തോളണം എന്ന് പറഞ്ഞിട്ട് ശാന്തയാണെങ്കിൽ തൻ്റെ താലിമാല ഊരുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്നെ സംശയമാണെങ്കിൽ ദാ ഈ മാല എവിടെ ഇരിക്കട്ടെ, താലി ഞാൻ എടുത്തിട്ടുണ്ട്, 1.5 പവൻ്റെ മാലയാണ്, പണം തിരിച്ചു കിട്ടിയിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സ് വേണം, ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നന്നാവില്ല, നിങ്ങളുടെ കൂടെ ആരും ഒത്തുപോകില്ല, ചുമ്മാതല്ല എല്ലാം നഷ്ടപ്പെട്ട് ഈ വിധമായത്, എന്നിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ ശാന്ത പറയുന്നുണ്ട്. പക്ഷെ അന്നേരവും സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല. പൊന്നിയാകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ മാലയൊക്കെ അവിടെ വെക്കുമ്പോഴും രാഘവൻ നായർ അവിടെ നിന്ന് അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കില്ല, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നന്നാവുകയുള്ളൂ, അതാണ് നിങ്ങൾ നന്നാകാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക, പോലീസ് വന്ന് തെളിയിക്കട്ടെ, കൊലക്കുറ്റം ഇതിനേക്കാൾ മാന്യമാണ്, പക്ഷേ അന്യരുടെ മുതലെടുക്കുന്നത് അത് ശരിയായ കാര്യമല്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് ശാന്ത തൻ്റെ ബാഗ് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട്, കാശും പോയി, സഹായത്തിന് നിന്ന ആളും പോയി, നാളെ ഫുഡ് കോമ്പറ്റീഷനാണ്, നാളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവസാനമായിട്ടുണ്ടായിരുന്ന പിടിവള്ളിയാണ് ദേ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞ് ഭാമ വിഷമിക്കുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, നമ്മളെ ബാധിച്ചിരിക്കുന്നതേ ചെറിയ കഷ്ടകാലമൊന്നുമല്ല, മഹാവിപത്ത് തന്നെയാണ്, കൂട്ടത്തോടെ പ്രാർത്ഥിക്കുക, ഇല്ലാന്നുണ്ടെങ്കിലേ വീണു പോകും, മൂക്കും കുത്തി വീണു പോകും, പ്രാർത്ഥിക്കുക എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മയാണെങ്കിൽ ആകെ ഒരു ടെൻഷനിലൊക്കെയാണ്, മലക്കറിയൊക്കെ ഇരുന്ന് അരിയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ശാലിനി എത്തുന്നുണ്ട്, കാറിലെത്തുന്നുണ്ട്. അന്നേരം ഹോട്ടൽ തുറന്നിരിക്കുന്ന കാണുമ്പോൾ ഹോട്ടലിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മയോട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്, ഈ മത്സരത്തിനൊന്നും ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാണ്, നാളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആ രാജിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ശാരദാമ്മയെന്നും പറഞ്ഞിട്ട് ശാലിനി കയറി വരുന്നുണ്ട്. അന്നേരം നാളത്തെ മത്സരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്, ഇവിടുത്തെ ഹോട്ടലിലെ കാര്യങ്ങൾ ആലോചിച്ചാണ് എനിക്ക് ടെൻഷൻ, എന്നെ നീ ഇതിലേക്ക് പിടിച്ചിട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശാലിനി എവിടേക്ക് ഇരിക്കുമ്പോൾ ശാരദാമ്മ ചായ എടുക്കാൻ പോകുന്നുണ്ട്. അന്നേരം അല്ല, എന്തായാലും വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദാമ്മ ചായ എടുക്കുന്നത്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല നാളെ സഹായത്തിന് ആരാണ് വരുന്നത്, കൂടെ ഉണ്ടായിരുന്ന ആളെ നാടകം കളിച്ച് സത്യാമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടില്ലേ, ഇനിയിപ്പോൾ ഉള്ളത് ഞാനാണ്, പക്ഷേ എനിക്കാണെങ്കിൽ പഴയ പോലെ കറിക്കൂട്ടുകളൊന്നും അങ്ങോട്ട് ഓർമ്മയിലേക്ക് ഇരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചായ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്നെ ഇതിലേക്ക് വലിച്ചിട്ട് നീയല്ലേ, അപ്പം നീ അങ്ങ് വന്നേച്ചാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം വരികയൊക്കെ ചെയ്യാം, പക്ഷേ എന്നെ ജയിപ്പിച്ച് തരണം, അല്ലെങ്കിൽ കളക്ടർ പങ്കെടുത്ത ടീം പരാജയപ്പെട്ടു എന്നും പറഞ്ഞ് എനിക്കാണ് നാണക്കേട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ശാലിനി കൂടെ ചായയൊക്കെ കുടിക്കുകയാണ്. ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്, അനൂപിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അത് അവൻ്റെ അമ്മയ്ക്കല്ലേ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്, അവൻ സാക്ഷാൽ രാജേശ്വരിക്ക്. ഇനി നമ്മൾ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നങ്ങാനും പറഞ്ഞാൽ ഇവിടെ വന്ന് കോലാഹലം ഉണ്ടാക്കും, പിന്നെ കുടുംബശ്രീ ശാരദയെ വന്ന് മുൾമുനയിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഈ രാജേശ്വരി ആണെങ്കിൽ ഹോട്ടലിലേക്ക് വരുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെയുള്ള സീനൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അവളെ വലിയ ഇഷ്ടമാണ്, കാണാനൊന്നും കൊള്ളാം, നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവേട്ടൻ്റെ സഹായമായിട്ടാണ് ഇപ്പോൾ സുബൈർ ഖാൻ നിൽക്കുന്നത്, എന്ത് കാര്യത്തിന് സുബൈർ ഖാൻ നിൽക്കും, അപ്പോൾ അനൂപ് നമ്മുടെ ബന്ധുവാണെന്നൊക്കെ അറിയുമ്പോൾ ആ ഒരു ബന്ധത്തിന് എന്തെങ്കിലും ഒരു വിള്ളൽ വരുമോ ഇല്ലയോ എന്നാണ് എൻ്റെയും പേടി, പിന്നെ നമുക്ക് ഇതിലൊരു തീരുമാനം എടുക്കണ്ട എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, അവനെ അങ്ങനെ അങ്ങ് വിട്ട് കളയാനായിട്ട് പറ്റുമോ, എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, അവൻ്റെ അമ്മയേക്കാൾ കൂടുതലും ഇഷ്ടം എന്നെയായിരുന്നു, അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊന്നും പിന്നെ അച്ഛൻ എന്തായാലും ഇവിടെ സ്ഥലത്തില്ലല്ലോ, അപ്പോൾ നമുക്കിതിൽ കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതി, അവർ പ്രായപൂർത്തിയായവരല്ലേ, അവർക്ക് അതിനുള്ള നിയമം ഉണ്ടല്ലോ, അവർ ആ വഴിക്ക് പൊയ്ക്കോട്ടെ, നമുക്കതിൽ നിന്ന് തൽക്കാലം ഇട്ട് നിൽക്കാം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ഈ സമയത്താണ് ശാരദാമ്മയെന്ന് വിളിച്ചുകൊണ്ട് ശാന്ത വരുന്നത്. ഓടി വന്ന് ശാന്തയാണെങ്കിൽ ശാരദാമ്മയുടെ കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട്, ശാരദാമ്മ എത്ര വർഷമായിട്ട് ഞാൻ ശാരദാമ്മയുടെ കൂടെ നിൽക്കുന്നു, ശാരദാമ്മയോട് ചോദിക്കാതെ ഒരു മൊട്ടുസൂചിയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ ശാന്തയെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുമെന്ന് പറയുക. അന്നേരം ശാലിനിയും ചോദിക്കുന്നുണ്ട്, എന്താ ശാന്തേച്ചി കാര്യമെന്ന്. അന്നേരം കുഞ്ഞെ അവിടെ നിന്നാണെങ്കിൽ എന്തോ പൈസ കാണാതെ പോയി, കുറച്ച് പൈസ എത്രയാണെന്ന് പോലും എനിക്കറിയില്ല, ഇപ്പോൾ ഞാൻ എടുത്തെന്നാണ് അവർ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്.
അന്നേരം ഞങ്ങളങ്ങനെ വല്ലവരുടെയും മുതലെടുക്കുന്ന ശീലമുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കരിയും പുകയും കൊണ്ട് അടുക്കള പണിക്ക് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങളങ്ങനെ ശീലിച്ചിട്ടില്ല, ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ ശാന്ത പറയുമ്പോൾ അതെന്തെങ്കിലും തെറ്റിദ്ധാരണ പുറത്ത് സംഭവിച്ചതാകും എന്നിങ്ങനെ, കാശ് കിട്ടുമ്പോൾ അതങ്ങ് മാറും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടിനും പിന്നെ വേദനയ്ക്കും ഒക്കെ എന്താണ് പരിഹാരം? എന്തായാലും അത് എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നീ പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇനി ഞാൻ അങ്ങോട്ടത്തേക്കില്ല, എനിക്ക് അങ്ങോട്ടത്തേക്ക് പോകാൻ കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നെ നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ശാന്ത അവിടേക്ക് പോയി ഇരിക്കുന്നുണ്ട്. അന്ന് ശാരദാമ്മ എന്ത് പറഞ്ഞിട്ട് ശാന്ത കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അന്നേരം ശാലിനി ശാരദാമ്മ അടുത്തേക്ക് വന്ന് പറയുകയാണ്, അപ്പോൾ സത്യാമ്മ അവിടെ ഒറ്റയ്ക്കാവില്ലേ നാളെ മത്സരത്തിന് എന്ന് പറയുമ്പോഴും അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ശാന്ത പറയുകയാണ്. അന്നേരം ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്, ശാന്തേച്ചി ഉണ്ട് എന്നുള്ള ബലത്തിലാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ, അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും എന്ന് പറയുകയാണ്. അന്നേരം അവർക്ക് എന്തോ കഷ്ടകാലമാണ്, അല്ലെങ്കിൽ ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ തോന്നുമെന്ന് ഇങ്ങനെ ശാരദാമ്മയും പറയുന്നുണ്ട്. തുടർന്ന് രാത്രിയാണെങ്കിൽ പൊന്നി അവിടെ സത്യഭാമയുടെ വീട്ടിൽ നിന്നും പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം നാളെ വരാമെന്ന് പറയുമ്പോൾ പൊന്നിയുടെ ശമ്പളം തരാനായിട്ടുള്ള പൈസ എൻ്റെ ഇല്ല, 2 ദിവസം കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല സത്യാമ്മേ എന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. നാളത്തെ ഫുഡ് കോമ്പറ്റീഷൻ്റെ കാര്യം എന്നിങ്ങനെ പൊന്നി ചോദിക്കുമ്പോൾ ശാന്ത കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പോയിട്ട് വെറുതെ എന്തിനാ അപമാനം ഏറ്റുവാങ്ങുന്നത്, പരാജയം നാണക്കേട് വിളിച്ച് വരുത്തുന്നത് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഞാനും പോണ്ടാന്ന് മാത്രമേ പറയുള്ളൂ, നമ്മളൊരു വലിയ കഷ്ടകാലത്തിലാണ് നിൽക്കുന്നത്, അതിൽ കിടന്ന് കൈയും കാലും ഇട്ടാൻ അടിക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും കഴിയുന്നില്ല, അതിൻ്റെ കൂടെ ഈ ഒരു പരാജയം കൂടി വാങ്ങണോ എന്നിങ്ങനെ രാഘവൻ നായരും പറയുമ്പോൾ രണ്ടുപേരും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് ഈ സമയത്താണ് ഓട്ടോയിൽ പിള്ള വരുന്നത്. മഴ പെയ്യുന്നുണ്ട് പുറത്ത്. പിള്ളയാണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പൊന്നി ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതൊക്കെ ഒന്ന് പിടിക്കാൻ സഹായിച്ചെന്നും പറഞ്ഞ് ഒരു ചാക്കുകെട്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പൊന്നി അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഭാമയും രാഘവൻ നായരും ഇതൊന്നും എന്താണെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ്. ഒരു ചാക്ക് കെട്ട് അവിടത്തേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. 2 ആഴ്ചത്തേക്കുള്ള സകല സാധനങ്ങളുമുണ്ട്, പിന്നെ ട്യൂഷൻ സെൻറ്ററിലെ ഓർഡറിനുള്ള സാധനങ്ങളും ഉണ്ട് എന്ന് പിള്ള പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരന് കാശ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ഓട്ടോയ്ക്കുള്ള കാശും കൊടുത്തിട്ട് പിള്ള തിരിച്ചു വരുന്നുണ്ട്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പിള്ളയ്ക്ക് ഇവിടുന്ന കാശെന്ന്. അന്നേരം രാഘവ സാറല്ലേ കാശ് തന്നത് എന്ന് പറയുന്നു. 25,000 രൂപ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ അന്തമിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ഇത്രയും പൈസ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ബാക്കി താൻ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നു എന്ന് പറഞ്ഞിട്ട് പിള്ളയാണെങ്കിൽ ബാക്കി പൈസ ഇങ്ങനെ എണ്ണി എടുക്കുന്നുണ്ട്. അന്നേരം ഭാമ ചെന്ന് രാഘവൻ നായരോട് ചോദിക്കുന്നുണ്ട്, രാഘവേട്ടൻ പിള്ളയ്ക്കാണോ പൈസ കൊടുത്തത്, അതെന്താ പറയാതിരുന്നത്, എങ്കിൽ പിന്നെ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാകായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ തനിക്കാണോടോ കാശ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി എന്നിങ്ങനെ പിള്ള ചോദിക്കുമ്പോൾ ഈ കാശ് നമ്മൾ ഇത്രയും നേരം ഇവിടെ തിരയുകയായിരുന്നു, രാഘവേട്ടനും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, അത് തിരയാനായിട്ട് പരിശോധിക്കുന്നതിനിടെ ശാന്തയുടെ ബാഗ് ഒന്ന് പരിശോധിച്ചു, അത് ശാന്തയ്ക്ക് ഇഷ്ടമായില്ല, ശാന്ത പോവുകയും ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ അതിന് നാളെയല്ലേ ഫുഡ് കോമ്പറ്റീഷൻ, നമുക്ക് ഫസ്റ്റ് അടിക്കണമെന്നൊക്കെ പിള്ള പറഞ്ഞിട്ടാണ് പൈസ എടുക്കുന്നതൊക്കെ. അന്നേരം ശാന്ത പോയോ, അത് കഷ്ടമായി പോയല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാന്ത ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല, അതിൽ പങ്കെടുത്ത് ജയിച്ചാലേ നമുക്ക് രാഘവേട്ടനുള്ള ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയുള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിള്ളേ, നമ്മളെ ആര് സഹായിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് പിള്ള ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, ഈ അവസരത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരാൾക്കേ കഴിയുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് ആരുടെ പേരാണ് പിള്ള പറയുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാവരും ഇങ്ങനെ പിള്ളയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അത് പിള്ള ഇനി വിഷ്ണുവിൻ്റെ പേരാണോ എന്തോ പറയുന്നത്, വിഷ്ണു ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശാന്തയോട് പറഞ്ഞ് സഹായിക്കുമോ, അതോ ഇനി ശാലിനിയോട് പറയാനാണോ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും ശാന്ത തിരിച്ചു വരുന്നുണ്ട്. പിന്നെ സത്യഭാമയെ സഹായിക്കാനായിട്ട് ആ ഒരു മത്സരത്തിന് ഭാമ പോകുമ്പോൾ ഭാമയുടെ കൂടെ ശാന്തയുണ്ട്, കാറിൽ പോകുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. നാളെയാണ് ഇവർ വണ്ടിയിൽ പോകുന്നതും ആ ഒരു ചന്ദ്രബോസിൻ്റെ ആൾക്കാർ തടയുന്ന കാര്യങ്ങളുമൊക്കെ, അതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.